ഹലോ, ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് H4-ൻ്റെ സോക്കറ്റ് വരുന്ന ഒരു LED ബൾബിനെ കുറിച്ചാണ്. അത് LED ഹെഡ്ലൈറ്റ് നമ്മൾ കാറിൽ ഉപയോഗിക്കാവുന്ന നോവ്സൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടേതാണ്. നമുക്കതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഇത് നമ്മൾ H4 സോക്കറ്റിൻ്റെയാണ് നമ്മൾ മേടിച്ചത്. നമ്മളിട്ടത് മാരുതി 800-ലാണ്. ഇത് കണക്കുള്ള പഴയ വണ്ടികൾക്കെല്ലാം ഹെഡ്ലൈറ്റ് ഇത് കണക്ക് വൈറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഇതേപോലുള്ള LED കിറ്റ് മേടിച്ച് വെച്ചാൽ മതി. എല്ലാം ചൈന ഐറ്റമാണ്. ഇവിടെ ഏകദേശം 2800 രൂപയോളം ഇതിന് 2 പീസിനായി. ഇതൊരു 30 വാട്ട്സിൻ്റെ LED എന്ന് വെച്ചാൽ ഒരു പീസ് ഒരു ലൈറ്റ് 30 വാട്ട്സാണ്. മറ്റേ നമ്മളെ ഹാലജൻ വരുന്നത് 55 വാട്ട്സാണ്. പക്ഷെ വെട്ടം കൂടുതൽ ലൂമിനൻസ് നമ്മൾ ഇതിൻ്റെ അകത്താണ് ഇതിനാണ് LED-ക്കാണ് വരുന്നത്. ഒരു ബോക്സിൻ്റെ അകത്ത് 2 ചെറിയ ബോക്സിൽ നമ്മൾ ഒരു LED പാക്ക് ചെയ്ത് വരും. നല്ല വെൽ പാക്ഡ് ആയിട്ടാണ് സാധനം വരുന്നത്. നമ്മൾ ലൈറ്റിൻ്റെ LED ഇരിക്കുന്ന ഭാഗത്ത് വരെ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി അതിനും ഒരു സ്പോഞ്ചൊക്കെ കവറിങ് ഒക്കെ കൊടുത്താണ് വരുന്നത്. ഇത് നമ്മൾ വേറെ നമ്മളെ ഫിംഗർ പ്രിൻ്റ് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് നമ്മളൊരു കൈ ഇടാനൊരു ഇതൊക്കെ കവറിങ് ഒക്കെ ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പിടിക്കുമ്പോഴൊന്നും പാടോ ഫിംഗർ പ്രിൻ്റോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഹെഡ്ലൈറ്റ് LED-ലോട്ട് റിഫ്ലക്ടറുള്ള നമ്മളെ സ്റ്റോക്ക് ബൾബ് മാറ്റി ഈ LED ഇടുമ്പോഴത്തേക്ക് ഈ പ്ലേസ്മെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് വെട്ടം കിട്ടത്തില്ല, എത്ര വാട്ട്സ് ഉണ്ടായാലും. ഇതിൻ്റെ അകത്ത് ഇത് ഡിമ്മും മറ്റേ ബാക്കിലത്തെ SMD ബ്രൈറ്റുമാണ്. ഡിമ്മും ബ്രൈറ്റ് ഇത് കണക്ക് ഈ ഒരു പ്ലേസ്മെൻറ്റ് കറക്റ്റ് ആ ഒരു ലെവലിലുണ്ടെങ്കിൽ കറക്റ്റ് റിഫ്ലക്ടറിൻ്റെ അകത്തോട്ട് വെച്ചാൽ റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് റോഡിലടിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാറ്റർ ചെയ്ത് അങ്ങ് പോത്തേ ഉള്ളൂ. നമ്മൾ ആ സ്റ്റോക്ക് വണ്ടിക്കകത്ത് കിടന്നു പഴയ H4 ഹാലജൻ ബൾബ് ഇതിൻ്റെയും ആ ഫിലമെൻറ്റിൻ്റെയും നമ്മൾ ഈ പുതിയ മേടിച്ച LED നമ്മൾ മേടിക്കാൻ പോകുന്ന ഏത് LED ആയാലും അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഒരേ അളവിലായിരിക്കും. എന്നാലേ നമ്മൾ കറക്റ്റ് ആ ഒരു റിഫ്ലക്ഷൻ എന്നാലേ റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഈ ഹാലജന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തിരിക്കുന്ന റിഫ്ലക്ടർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു ലെങ്തിൽ ആ ഒരു പൊസിഷനിൽ വന്നാലേ കറക്റ്റ് റിഫ്ലക്റ്റ് ചെയ്ത് റോഡിൽ വെട്ടം കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ആ ഒരു ഇത് മാത്രം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഹെഡ്ലൈറ്റ് എടുക്കുമ്പോൾ. ഇത് ഇത് കണ്ടോ, ഏകദേശം ഒരേ ലെങ്തി വെക്കുമ്പോൾ ആ ഫിലമെൻ്റ് ഇരിക്കുന്നതും ഈ LED-യുടെ SMD ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സംഭവം ഇരിക്കുന്നതും എല്ലാം ഒരേ ഹൈറ്റിൽ ആ ഒരേ ലെവലിലായിരിക്കണം. കാരണം നമ്മളെ ഈ ഹാലജൻ ബൾബിൻ്റെ ഫിലമെൻറ്റ് ഇരിക്കുന്ന ആ ഒരു സ്ഥലം വെച്ചാണ് ഡിസൈൻ ചെയ്തേക്കുന്ന എല്ലാത്തിൻ്റെയും റിഫ്ലക്ടർ. അപ്പം LED ആ ഒരു സ്ഥാനത്ത് ഇരുന്നാലേ കറക്റ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ഡിമ്മും ബ്രൈറ്റും കറക്റ്റ് വർക്ക് ചെയ്യത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു സിൽവർ ക്യാപ്പ് വരുന്നുണ്ട് ഹാലജനിൽ. ആ ഒരു ഇത് അതിൻ്റെ മേളിൽ ഫിലമെൻ്റ് വരും. ആ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ LED-യിലും ഒരു 2 സൈഡിലും ഒരു ക്യാപ്പ് ഇത് വരുന്നത്. അത് റിഫ്ലക്റ്റ് ചെയ്ത് മേളിലോട്ട് അടിച്ചിട്ട് റിഫ്ലക്ടർ അടിച്ചിട്ട് താഴോട്ട് റോഡിലോട്ട് കറക്റ്റ് ഡിം അടിക്കാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ് ബാക്കി ഇരിക്കുന്ന LED കത്തിയാണ് ബ്രൈറ്റ് കത്തുന്നത്. ഇത് ഞാൻ മുമ്പ് മേടിച്ചിട്ട് 4 സൈഡും ഇത് വരുന്ന ഒരു LED-യാണ്. അതിൻ്റെ ഇത് പ്ലേസ്മെൻറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് എനിക്കത് കറക്റ്റ് ഡിമ്മും ബ്രൈറ്റും ഒന്നും കറക്റ്റല്ല. DRലിട്ട് കണക്ക് വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ കുറച്ച് വെട്ടേ ഉള്ളായിരുന്നു. അത് ഈ പ്ലേസ്മെൻറ്റ് LED-യുടെ പ്ലേസ്മെൻറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ഇത് കണക്ക് പരന്ന ഇത് വന്നിട്ട് അതിൻ്റെ അകത്ത് അപ്പുറവും ഇപ്പുറവും LED വന്നിട്ട് ഈ ക്യാപ്പ് വരുന്ന ടൈപ്പ് ഏതെങ്കിലും എടുക്കുന്നതാണെങ്കിൽ കറക്റ്റ് റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിമ്മും ബ്രൈറ്റും ചിലപ്പം ബ്രൈറ്റ് അറിയണമെന്ന് പോലുമില്ല. ഈ ബ്ലാക്ക് ഇതിട്ട് കഴിഞ്ഞിട്ട് ബ്രൈറ്റ് അറിയാൻ പോലുമില്ല. നമ്മൾ റോഡിലൊന്നും അറിയത്ത് പോലുമില്ല. ഒരു മിന്നാമൊരു ചെറിയൊരു ഇതേ അറിയത്തുള്ളൂ. പഴയ നമ്മളെ ഹാലജനും ഇതുമായിട്ട് എന്ന് വെച്ചാൽ മറ്റേത് കറക്റ്റ് ബൾബിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഫിലമെൻ്റ് ഇരിക്കുന്നത്. ഇത് ചൂടെ വീതിക്ക് വന്നിട്ട് സറൗണ്ടിങ്ങിൽ LED പ്ലേസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് റിഫ്ലക്ഷൻ്റെ കറക്റ്റ് വരാത്തത്. അതാണ് നമുക്ക് ലൈറ്റ് അത് കറക്റ്റിന് റിഫ്ലക്റ്റ് ചെയ്ത് പോകാത്തത്. പ്രൊജക്ഷനിലാണെങ്കിൽ ആ ഒരു ഇഷ്യൂ വരത്തില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ വേറെ ഡിസൈനിങ് വേറെയാണ്. നമ്മൾ എപ്പം ഈ പഴയ വണ്ടി റിഫ്ലക്ടർ ഉള്ളതിൻ്റെ അകത്ത് മാറ്റുമ്പോൾ ആ LED എങ്ങനെയാണെന്നോ അതിൻ്റെ പ്ലേസ്മെൻറ്റിനുള്ള ഇതെടുത്ത് എന്നാലേ നമുക്ക് കറക്റ്റ് വെട്ടം 30 വാട്ട്സ് ഉണ്ടെങ്കിൽ അത് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് നല്ല വ്യത്യാസമുണ്ട് ഡിമ്മും ബ്രൈറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആണെങ്കിലും കറക്റ്റ് എങ്ങനെ ഇട്ടാലും നമുക്ക് വെട്ടം കിട്ടത്തില്ല. നമ്മൾ 3 ലൈറ്റും അല്ലാതെ വെച്ചേക്കുന്നത് അത് പല സൈസ് ഇത് വരും. കറക്റ്റ് ആ ബ്ലാക്ക് ക്യാപ്പിൻ്റെ ഇത് വെച്ചാണ് ലെന്ത് നോക്കുന്നത്.
ഇത് ബാക്ക് കൂളിങ്ങിന് വേണ്ടിയിട്ട് നോർമൽ കണക്ക് ബാക്കി ഒരു ഫാനും വരും. എല്ലാതും നോസൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അത്യാവശ്യം നല്ല ഈ 2 ക്യാപ്പാണ് ഇത് ചെയ്യുന്നത്. ഇത് കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫാനാണ്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വെള്ളത്തിൽ മുങ്ങിയാലും ഒന്നും കുഴപ്പമില്ല എന്ന് കമ്പനി പറയുന്നു. വേറെ ഇഷ്യൂ ഒന്നുമില്ല, നല്ല സാധനം ഇതാണ്. എപ്പോഴും തണ്ടി കണക്ക് നൈസ് തിന്നായിട്ട് വന്നിട്ട് 2 സൈഡിലും LED ഉള്ളതാണ്. ഇതിപ്പോൾ ലെഫ്റ്റിൽ എൻ്റെ പഴയതും റൈറ്റിൽ പുതിയ LED വെട്ടം തന്നെ റിഫ്ലക്ഷനിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതിപ്പം രണ്ടും ഞാൻ നോസൈറ്റിൻ്റെ പുതിയ LED യൂസ് ചെയ്യുന്നതാണ്. ബ്രൈറ്റ് കണ്ട കറക്റ്റ് കിട്ടുന്നത്, ഡിമ്മും ഏകദേശം നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്, നല്ല വെട്ടമുണ്ട്. നമ്മൾ ക്യാമറയിൽ പലതും വെട്ടം കൂടിയും കുറഞ്ഞുമൊക്കെ വരും, അത് ക്യാമറയുടെ ഇതിൽ. പക്ഷേ റിയൽ ഇതിലായിട്ട് നല്ലൊരു വെട്ടം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, നല്ലൊരു ഔട്ട്പുട്ട് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ബ്രൈറ്റ് ഡിമ്മ് ആ ഒരു രീതി നല്ലൊരു വെട്ടം കിട്ടും.